ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ കണ്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. തേങ്ങാ ചമ്മന്തി എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ഇരിക്കാം. പക്ഷെ ഞാനിതിന് തൊട്ട് മുമ്പ് ഒരു മിക്സി മേടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ മിക്സിയല്ലേ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചമുളകാണ് കേട്ടോ നോക്കി വന്നത്. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ഇവിടെ 2-3 കട ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളകിൻ്റെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു. മൂത്തതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുമ്പും ഞാൻ ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ കുറേ നോക്കിയിട്ടുണ്ട്, 1-2 കിട്ടിയത്. പിന്നെ കാന്താരി മുളകും നട്ടിട്ടുണ്ട് കേട്ടോ. അത് വെള്ള കാന്താരി മുളകും നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പച്ചമുളകാണ് ഇട്ടത്. ഈ 2 മുളകാണ് കേട്ടോ ഞാൻ ഇട്ടത്. നല്ല മഴയായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴ തന്നെയാണ്. അപ്പോൾ ഇവിടെയും രാവിലെ തുടങ്ങിയതാണ് മഴ. രാവിലെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി അതിന് ശേഷം കേട്ടോ ഞാൻ ഇത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അവരെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ വീട്. ബസ് പോണ റൂട്ടല്ല, ഞാൻ പോക്കറ്റ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വീട്. അപ്പോൾ ഞാൻ ഈ പച്ചമുളകൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ, പിന്നെ നമ്മൾ പച്ചമുളക്, പിന്നെ ഉള്ളി, പിന്നെ ഉപ്പ്, പുളി കേട്ടോ, ആവശ്യത്തിന് പുളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞ് മിക്സിയുടെ ജാറിലാണ് കേട്ടോ, ഏറ്റവും ചെറിയ ജാറിലാണ് കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ അടിച്ചെടുക്കുന്നത്. അതായത് അരയുണ്ടല്ലോ, നമുക്ക് ഒന്ന് ചതഞ്ഞാലേ കിട്ടേണ്ട ചമ്മന്തിക്ക്. ഞാനത് എടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ പ്രീതിയുടെ മിക്സി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കണ സമയത്ത്, അതേപോലെ ഉള്ളി മുളകൊക്കെ ചതയ്ക്കണ സമയത്ത് ഞാൻ വലിയ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് ബാക്കോട്ട് തിരിക്കാണ്ട് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ മിക്സിക്ക് നമുക്കൊരു സെപ്പറേറ്റ് ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് പിടിച്ച് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ചതഞ്ഞൊക്കെ കിട്ടും നമുക്ക്. അതായത് പച്ചമുളകല്ല കേട്ടോ, ഉണക്കമുളക്, അതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി നമുക്കിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ, അസിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അതേ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ചോറിന് മുട്ട വറുത്തതായിരുന്നു കേട്ടോ. മുട്ട വറുത്തതും പിന്നെ ചാറായിട്ട് ചാളമുളക് ഇട്ടതായിരുന്നു. പിന്നെ അതായത് നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയത്, പിന്നെ ചാള വറുത്തത്. അതേപോലെ തന്നെ രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ, കടല രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. രാവിലെ പുട്ടും കടലയായിരുന്നു. അപ്പോൾ ആ കടല തന്നെയാണ് കേട്ടോ, രാവിലത്തെ കടല തന്നെയായിരുന്നു. പിന്നെ ഒരു ബീൻസ് തോരൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഞാനൊരു കുഞ്ഞ് വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.